സാംസ് 97 97 സങ്കീർത്തനം. വാക്യം വളരെ കൃത്യമാണ്. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, സകല ദ്വീപുകളും സന്തോഷിക്കട്ടെ. The Lord reigns, let the earth rejoice, let the many islands be glad. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച പല സംഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായി കാണാം. കേരളത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജിജിൻ രാജ് എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരൻ്റെ മരണത്തേക്കാൾ എന്നെ കുറച്ചുകൂടെ സ്പർശിച്ചത് വയനാട്ടിൽ ജെയ്സൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ആ ഒരു ആക്സിഡൻ്റൽ ഡെത്താണ്. അതിന് കാരണം മറുവശത്ത് നിൽക്കുന്ന ആ ഒരു ദുരന്തത്തെ അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം എന്നുള്ളതുകൊണ്ട്. For the last few years we have been hearing about the wars, Russia, Ukraine, Palestine, Hamas. ഇപ്പം it is spreading. And we hear rumors, news concerning the landslides. പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സ്വയമായി നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായി വരുന്നു. അനിയന്ത്രിതമായ പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഷൈനി ചോദിക്കുന്നുണ്ടായിരിക്കാം, ഓ ഗോഡ്, എന്തുകൊണ്ടാണ് വളരെ ചെറുപ്പമായിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രശ്നം? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഏതു മനുഷ്യനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുക? ഹൗ ക്യാൻ ഐ റിജോയ്സ്? ദൈവം വാഴുന്നു എന്ന ആ ഒരു പ്രഖ്യാപനം ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കാം. എൻ്റെ അർത്ഥത്തിൽ മനസ്സിലായില്ലെങ്കിലും വാക്യം നമ്മൾക്ക് മനസ്സിലാകും. പക്ഷെങ്കിൽ ഹൗ ക്യാൻ ഐ റിജോയ്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് ടർമോയിൽസ്, ഓൾ ദീസ് പ്രോബ്ലംസ്? ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എനിക്കെങ്ങനെയാണ് സന്തോഷിക്കാനായിട്ട് പറ്റുക? സ്പെർജൻ്റെ റീഡേഴ്സ് ഡൈജസ്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തിൽ അദ്ദേഹം ഒരു സംഭവം വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രാക്സ് മാത്രം ഞാൻ ഓർക്കുന്നുള്ളൂ. അദ്ദേഹം ഒരു സഹോദരനെക്കുറിച്ച്, ജോ എന്ന പേരായിക്കോട്ടെ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു നീണ്ട യാത്രയിൽ യുദ്ധത്തിന് വേണ്ടി യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഹി ലുക്സ് സോ ഫ്രസ്ട്രേറ്റഡ്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാം. നമ്മളിലൊക്കെ പലരും ഇപ്പം ചെയ്യുന്നത് പോലെ. എന്തുകൊണ്ടാണ് കർത്താവെ ഉറക്കം നീ എടുത്തതെന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ടെസിക്കറിയും അദ്ദേഹത്തോട് ചോദിച്ചു, മൈ ഫ്രണ്ട്, ഡു യു ബിലീവ് ദാറ്റ് ഗോഡ് വാസ് ഇൻ കൺട്രോൾ ഓഫ് യുവർ യെസ്റ്റർഡേ? വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഇന്നലത്തെ നിങ്ങളുടെ ദിവസത്തെ ദൈവം നിയന്ത്രിച്ചിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല, നമുക്കറിയാം ഇന്നലെയൊക്കെ നമുക്ക് സന്തോഷമായിരുന്നു. അപ്പം യെസ്. ഡു യു സപ്പോസ് ഗോഡ് വിൽ ബി ഇൻ കൺട്രോൾ ഓഫ് യുവർ ടുമോറോ? നിങ്ങളുടെ നാളെയും ദൈവം നിയന്ത്രിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദ ആൻസർ ഈസ് യെസ്. തിരിച്ചദ്ദേഹം ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് ഇന്നത്തെ ദിവസവും ദൈവത്തിൻ്റെ കൺട്രോളിലാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഞാനിത് വളരെ സാവകാശം പറയുന്നത് നിങ്ങളിത് ചെവിക്കാത്തോട്ട് കേട്ട് ഇവിടെ കളയാൻ വേണ്ടിയല്ല. ഇന്നലെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയേ, എത്ര വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഉറക്കം എടുത്തു കളഞ്ഞ രാത്രികൾ, തലവേദന കൊണ്ട് വീണ്ടും വീണ്ടും
നാട്ടിലെ സാഹചര്യത്തിൽ പെയിൻ കില്ലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച ദിവസങ്ങൾ. അതിൻ്റെ എൻഡിൽ നമുക്ക് മനസ്സിലായി, അയ്യോ ഞാൻ ഉറക്ക കളഞ്ഞത് വെറുതെ ആയി പോയല്ലോ. ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. നാളെക്കുറിച്ച് നമുക്കറിയാം. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്, സുരക്ഷിതമാണ്. Why can't it be today? ഇന്ന് അത് എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാകുന്നില്ല? മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യങ്ങളിൽ നിന്ന് അവസാനിപ്പിക്കാമെന്ന് ജീവിതത്തിൽ ചിന്തിച്ച സാഹചര്യത്തിൽ നിന്ന് തമ്പുരാൻ കൈപിടിച്ച് നടത്തി ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ, അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ നിന്ന് തമ്പുരാൻ കൈ നീട്ടി ഇവിടം വരെയും കൊണ്ടുവന്നെങ്കിൽ, എന്തുകൊണ്ട് ഇന്ന് ദൈവം എന്റെ ലൈഫിനെ നിയന്ത്രിക്കുന്നു എന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഇന്നത്തെ എന്റെ മണിക്കൂറും എന്റെ തമ്പുരാന്റെ കയ്യിലാണ് എന്ന് എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഭാരങ്ങൾ വർദ്ധിച്ചു വരട്ടെ. Let the problems increase. Let the storm come. കൊടുങ്കാറ്റുണ്ടാകട്ടെ, കടലിരച്ച് കയറട്ടെ, സമുദ്രം കോപത്തോടെ ചലിക്കട്ടെ. ഒറ്റ വാക്കിൽ അടങ്ങെന്ന് പറഞ്ഞാൽ അടങ്ങും എന്ന് വിശ്വസിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിനോട് വളരെ കൃത്യമായിട്ട് പറയുന്നു, Take it to your heart. എഴുതിയിട്, ദൈവം കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നു. ഞാൻ വേഗത്തിൽ ഫ്രൈഡേ പറഞ്ഞത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യമല്ല, എങ്കിലും അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞുങ്ങളെ ഇവരെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്നു, അവരെ കളിക്കാനായിട്ട് പോയി. ഞാൻ തറയിലിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ഈ ഭാഗം തന്നെ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട്, എൻ്റെ ബുദ്ധിയാകണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ വളരെ കൃത്യതയോട് ഗൈഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയുക. മത്തായിയുടെ സുവിശേഷം യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ക്രിസ്തുവിനെ മശിഹയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആ പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയായ, ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പരസിനെ ജനിപ്പിച്ചു. ആ ചരിത്രം താഴേക്ക് വായിച്ചു വരുമ്പോൾ ബാബേൽ പ്രവാസത്തിലെത്തുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് ക്രിസ്തുവിലെത്തുന്നു. 17-ാമത്തെ വാക്യം ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14. ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് 2090 2090 BCE. യേശു ക്രിസ്തുവിന് 2090 വർഷങ്ങൾക്ക് മുൻപാകാം. അവിടെ മുതലുള്ള ചരിത്രം മാത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യഹൂദ താമാരിൽ പരസിനെ ജനിപ്പിച്ചു. ബോവസ് റൂത്തിൽ. താഴേക്ക് വരുമ്പോൾ ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ. എന്നെ സർപ്രൈസ് ചെയ്യിക്കുന്ന കാര്യം, ഒരു 10 ദിവസത്തെ കാര്യം കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റാത്ത മനുഷ്യർ അവരാണ് നമ്മൾ. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഇന്ന് വൈകിട്ട് 12 മണിക്കൂർ കൊണ്ട്
റീമോളാൻഡി ആണെങ്കിൽ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ആരാധനയ്ക്ക് വരാൻ പറ്റുന്നത്. എന്തായാലും ആരാധന കഴിഞ്ഞ് എന്തായാലും ആഴ്ചയിൽ ഒരു അവധി കിട്ടിയതാ, എന്തെല്ലാം കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇറങ്ങിയത്. പക്ഷെങ്കിൽ വൈകിട്ട് 5 മണിയാകുമ്പം തിരിച്ചു നോക്കിയിട്ട് അയ്യോ ഒന്നും നടന്നില്ലല്ലോ, എന്നെ ഷായിച്ചാൽ ഞാൻ എന്തെല്ലാം പ്ലാൻ ചെയ്തതാ, ഒന്നും നടന്നില്ല, ഒരു അവധി കിട്ടി. പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് പറയും ഓ ഇന്ന് ഈ ഒരു സൺഡേയും പോയി കിട്ടി. ഫിനിഷ്ഡ്. 2100 വർഷം ചരിത്രത്തെ 14 ജനറേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഹൗ ഗ്രേറ്റ്ലി ഗാഡ് ഡിസ്റ്റൈൻഡ് ദ ഹിസ്റ്ററി, ഹൗ മാർവലസ്ലി ഗാഡ് പ്ലാൻഡ് ഇറ്റ്. എത്ര അത്ഭുതകരമായിട്ടാണ് തമ്പുരാൻ അതിനെ നിയന്ത്രിച്ചേക്ക് നോക്കിയേ. യേശുവിൻ്റെ വംശാവലി പറയാം സോജി, യേശുവിൻ്റെ വംശാവലി പറയാം. 2090 മുതൽ 1000 വരെ 1050 ദാവീദ് രാജാവാകുന്നത്. 1010. അവിടെ നിന്ന് 1010 മുതൽ 586 വരെ 1000 വർഷം കൊണ്ട് 14 ജനറേഷൻ. അടുത്ത 600 വർഷം കൊണ്ട് അനദർ 14 ജനറേഷൻസ്. അടുത്ത 400+ വർഷം കൊണ്ട് അനദർ 14 ജനറേഷൻസ്. നോക്കേ, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ കരം ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ, നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം. സ്തോത്രം. സന്തോഷിപ്പാൻ എവിടെയാ വകയുണ്ടാകുന്നത് ചോദിച്ചാൽ, when we realize that God is in control, I am perfectly secured in his hand, അവൻ്റെ കയ്യിൽ ഞാൻ പൂർണ്ണമായി സുരക്ഷിതനാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ്. സ്തോത്രം. സാഹചര്യങ്ങൾ മാറി വരാം, പ്രശ്നങ്ങൾ ഉണ്ടായി വരാം, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് കാര്യങ്ങൾ പോയി എന്ന് നമുക്ക് തോന്നാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് വളരെ കൃത്യമായി പറയുക. സ്തോത്രം. എത്ര വലിയ കാറ്റും കോളും ഉണ്ടായാലും ഇങ്ങനെ പറയാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്നു. ഐസിയുവിൽ കിടന്നുകൊണ്ട് മുഖത്തേക്ക് നോക്കി എന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും തിരിച്ചറിയണം, തമ്പുരാൻ അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും താഴേക്ക് വീഴത്തില്ല. ദൈവം അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും വീഴത്തില്ല. ദൈവം അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും വീഴത്തില്ല. എന്റെ കാലൊരു കല്ലിന് നേരെ തട്ടണമെങ്കിൽ ദൈവം അനുവദിക്കണം. God should permit. Why? He is in control. യഹോവ വാഴുന്നു. എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് സോബിനെ സന്തോഷിക്കേണ്ടത്? നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണ് കാര്യങ്ങൾ. ശിഷ്യന്മാര് സ്തോത്രം തണ്ട് വലിച്ച് സ്തോത്രം ഒന്ന് ശരിയാകാമെന്ന് വിചാരിച്ച് കുഴഞ്ഞ് ഇപ്പോൾ ഫെയിൻ്റായി പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് താൻ പറഞ്ഞു വിളിച്ചു പറയുന്നത്, ഗുരു ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? ഗുരു എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാകാം. വൺസ് അഗെയിൻ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ആ ഭാഗമെന്ന് പറയട്ടെ. ശിഷ്യന്മാര് വലഞ്ഞ് ഈ തണ്ടൊക്കെ വലിച്ച് പടകൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് ജീവിതത്തിൽ കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിങ്ങനെ ഇരിക്കുമ്പം കർത്താവിനെ തട്ടി ഉണർത്തി. അപ്പം കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ കരയുന്നത്? ഇവരിത് ചെയ്യുമ്പോൾ എന്തായിരുന്നു കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്? when they were crying, Jesus was sleeping. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവ് ഉറങ്ങുമ്പം നമ്മൾ കരയും, കർത്താവ് കരയുമ്പം നമ്മൾ ഉറങ്ങും. ഗത്സമനയിലെത്തി കർത്താവ് വളരെ പെയിനിലൂടെ കടന്നു പോവുക. അവരോട് പറഞ്ഞു, ഉണർന്നിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കുക. താൻ ഒരു കല്ലേറ് ദൂരത്തിൽ ചെന്നിട്ട് മുട്ടുമടക്കി പിതാവെങ്കിലേക്ക് തല ഉയർത്തി, പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങി പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. മടങ്ങി വന്ന് നോക്കി, ശിഷ്യന്മാര് they were sleeping. മനുഷ്യ സഹജമാണ്. എങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാൻ തന്ന സന്ദേശം വളരെ ഉച്ചത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ കരയുന്നത്, നമ്മൾ നിലവിളിക്കുന്നത്
അർത്ഥമില്ലാത്ത കാര്യത്തിനായിരുന്നു എന്ന് മനസ്സിലാക്കി ദൈവസഭയിൽ എഴുന്നേറ്റ് ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട് ദൈവം തരുന്നൊരു സമയം നിങ്ങളുടെ മുൻപിലുണ്ട് എന്നത് നിങ്ങൾ ഡയറിയിൽ കുറിച്ചിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾ കരയുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് എൻ്റെ ദൈവം എത്ര വലിയവനായിരുന്നു എന്ന് ആവർത്തിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കർത്താവ് നിങ്ങളുടെ അടുക്ക കൊണ്ടുതരും. സ്തോത്രം. ദൈവം എത്ര വലിയവനാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം തമ്പുരാൻ നിങ്ങളുടെ അടുക്ക കൊണ്ടുവരും. സ്തോത്രം. നഷ്ടപ്പെട്ട നാളുകൾക്ക് ഒരു വാക്കുകൂടെ പറയാനായിട്ട് എനിക്കൊരു പ്രചോദനമുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രവാചക ശിഷ്യന്മാര് രാജാവിനെ കാണാൻ ചെല്ലുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ശൂലേബിയെക്കുറിച്ചും വായിക്കുന്നുണ്ട്. എല്ലാം അവിടെ ക്ഷാമം ഉണ്ടായ സമയത്ത് പ്രവാചകന്മാരുടെ കാലമാണ്, 9-ാം നൂറ്റാണ്ടിലാണ്. ഇസ്രായേലിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് ക്ഷാമനിമിത്തം പോയി പാർക്കേണ്ട സാഹചര്യങ്ങൾക്കുണ്ടായി. രാജാവിന് മുൻപിൽ പ്രവാചകൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഈ സഹോദരി കയറി വരുന്നു. ഈ സഹോദരിയെ നോക്കിയിട്ട് ആ പ്രവാചക ശിഷ്യൻ പറയുന്നു, യജമാനനെ, ഞാനൊരു സഹോദരിയെക്കുറിച്ച് പറഞ്ഞില്ലേ, അതാണിവൾ. ദൈവത്തിൻ്റെ ടൈമിംഗ് തെറ്റത്തില്ല. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ പറന്നു പോകാതെ കുറിച്ചിട്ടോണം. നിങ്ങൾ ചില വിചാരിക്കും, ഇറ്റ്സ് ഡിലേഡ്, എന്തുകൊണ്ടാണ് ഞാൻ ക്ഷാമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്? അവിടുത്തെ എനിക്ക് ആ സ്തോത്രം, ആ പ്രതിഫലം എന്ന് പറയുന്നത്, ആ രാജാവ് അവളോട് പറയാണ്, ഇത്രയും വർഷം നീ പോയതിൻ്റെയും പിന്നെ അതിൻ്റെ പലിശയും കൂടെ കൂട്ടി അവൾക്ക് തിരികെ കൊടുക്കുക. രാജകൽപ്പനയാ. നഷ്ടമുണ്ടായി എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട്, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി തിരിച്ചു വരത്തില്ല എന്നൊക്കെ ഭാരപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, നഷ്ടപ്പെട്ട ആണ്ടുകൾക്ക് സ്തോത്രം അതിന് പലിശയുടെ കൂട്ടുപലിശയും കൂടെ കൂട്ടി നിങ്ങളുടെ ഭണ്ഡാരത്തിലേക്ക് തിരിച്ചു തരാൻ പറ്റുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്ക്. അവന്റെ ടൈമിങ്ങിൽ വിശ്വസിക്ക്. അവനെ പോലെ ഒരു ദൈവമില്ല. There is no other God like him. അവനെ പോലെ നഷ്ടപ്പെട്ട നാളുകളെ സമൃദ്ധമായിട്ട് മടക്കി തരാൻ പറ്റുന്ന ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ കഴിയട്ടെ. യഹോവ വാഴുന്നു. ദൈവത്തിൻ്റെ ജനം സന്തോഷിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം എന്ന് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ സ്തോത്ര കരങ്ങളും തട്ടി കർത്താവിന് നന്ദി പറഞ്ഞ്, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ്, അവർ ഗാഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിനെ കർത്താവ് നിയന്ത്രിക്കുന്നു. Put your hands together. Say thank you to him. അവന് നന്ദി പറഞ്ഞാട്ടെ. കരങ്ങളെ നടിച്ച് മക്കളെ, കരങ്ങളെ നടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, അവരെ പോലെ ഒരു ദൈവത്തെ സേവിപ്പാനായിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം അവൻ തന്നല്ലോ. ഹല്ലേലൂയ. ജീസസ്. ആദരം തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്, നഷ്ടപ്പെട്ട ആണ്ടുകൾ ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തമ്പുരാൻ മടക്കി തരും. നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ അവൻ മടക്കി തരും. The Lord reigns. Let the earth rejoice.